ഓണമാകാൻ ഇനി കറക്റ്റ് ഒരാഴ്ച സമയമേ ഉള്ളൂ. 22 മുതൽ ഓണത്തിൻ്റെ ആരവമായിരിക്കും. 21-നും 22-നുമൊക്കെ കോളേജുകളിൽ, സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഓഫീസുകൾ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ, ടെക്നോ പാർക്കുകൾ, എല്ലായിടത്തും ഓണാഘോഷങ്ങൾ നടക്കും. 21, 22 ആയി കഴിഞ്ഞാൽ പിന്നെ ഓണത്തിൻ്റെ ഒരാഘോഷമായി. പിന്നെ ആ ഒരാഴ്ച 30-ാം തീയതി വരെ, 29-ാം തീയതി വരെ ഓണത്തിൻ്റെ ബഹളമാണ്. എല്ലാ ഓണത്തിനും പറയുന്ന ഒരു മുദ്രാവാക്യമാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഓണം അടിപൊളിയാക്കുക എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു നൊസ്റ്റാൾജിയാണ്, ഒരു ഗ്രഹാതിരത്വമാണ്. അതൊരു സന്തോഷമാണ്. പുതിയ ഉടുപ്പെടുക്കുന്നവരുണ്ട്, ഉള്ള ഉടുപ്പ് തേച്ച് മിനുക്കി പുത്തനുടുപ്പ് പോലെ ഇടുന്നവരുണ്ട്. 5 ഇനം പായസം വയ്ക്കുന്നവരുണ്ട്, 4 ഇനം വയ്ക്കുന്നവരുണ്ട്, 1 ഇനമെങ്കിലും വയ്ക്കാത്ത ആരും ഉണ്ടാവില്ല. വ്യത്യസ്ത കറികളുണ്ടാവും, പരിപ്പുണ്ടാവും, പപ്പടം ഉണ്ടാവും, നെയ്യുണ്ടാവും, ഓലനുണ്ട്, കാലനുണ്ട്, അങ്ങനെ വളരെ വലിയ ആഘോഷത്തിൻ്റെതാണ്. പിന്നെ അത്തച്ചമയം, അത്തപ്പൂക്കളവിടൽ, ആഘോഷങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, യാത്രകൾ, വളരെ മനോഹരമാണ് ഓണം. ആ മനോഹാരിതയിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനികളോ ഇല്ലാതെ എല്ലാവരും ഏറെയും കുറഞ്ഞും കാണാനെങ്കിലുമൊക്കെ പങ്കെടുക്കും. കുറച്ച് പേര് നടത്തും, കുറച്ച് പേര് കാണും. വലിയ പങ്കാളിത്തമുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം ഓണത്തിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കുറേ കൂടി വരേണ്ടതിൻ്റെ സമയം കഴിഞ്ഞു. ഓണക്കിറ്റ് എന്ന് കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാവണം. ഓണക്കിറ്റ് ഒരു പ്രധാനപ്പെട്ട ഇതാണ്. പക്ഷേ എല്ലാവർക്കും കൊടുക്കുന്നില്ല. സാധാരണ ആളുകൾക്കൊക്കെയാണ് കൊടുക്കുന്നത്. കോവിഡ് കാലത്താണ് എല്ലാവർക്കും കിറ്റൊക്കെ കൊടുത്തത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം റേഷൻ കാർഡ്, മഞ്ഞക്കാർഡുകാർക്ക് മാത്രമാണ് കൊടുക്കുക. എങ്കിലും ഓണക്കിറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ കാര്യങ്ങൾ നടക്കണം. അതുപോലെ വിപണി ഇടപെടൽ, വിലക്കയറ്റം വരാൻ സാധ്യതയുള്ള കാലമാണ് ഓണക്കാലം. കാരണം വ്യാപകമായ പൂഴ്ത്തിവയ്പ് നടക്കും. ഒരു താൽക്കാലിക ക്ഷാമം സൃഷ്ടിച്ചിട്ട് വില കൂട്ടിയിട്ട് പിന്നെ സാധനം ധാരാളം കൊണ്ടുവരും. അപ്പോൾ എന്ത് സംഭവിക്കും? കൂടിയ വില കുറയുകയുമില്ല. അതൊരു വലിയ തന്ത്രമാണ്. ഈ വ്യാപാരികളുടെയും മൊത്ത കച്ചവടക്കാരുടെ ഒരു തന്ത്രമാണ്. സാധനങ്ങൾ ഗോഡൗണിൽ വെച്ചിട്ട് കൊടുക്കാതിരിക്കും. അപ്പോൾ നാട്ടിൽ ക്ഷാമം ഉണ്ടാവും, അപ്പോൾ ഉള്ളതിന് വില കൂടും. എന്നിട്ട് വില കൂടിയതിന് ശേഷം സുലഭമായി എല്ലാം എത്തിക്കുകയും ചെയ്യും. അപ്പോൾ കൂടിയ വില കുറയ്ക്കുകയുമില്ല. ഇതൊക്കെ വലിയ തന്ത്രങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പൂഴ്ത്തിവയ്പ് കൃത്യമായി പിടിക്കണം. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നാണ് പച്ചക്കറിയും പൂവും ഒരുപാട് വസ്തുക്കൾ വരുന്ന തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. അരി വരുത്തണം, പഞ്ചസാരയുണ്ട്, ഒത്തിരി സാധനങ്ങൾ മലയാളിക്ക് പുറത്തു നിന്നാണ് വരേണ്ടത്. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും കൃത്യമായി ഉണ്ടാകണം. അതുപോലെ സാധനങ്ങൾ വിപണിയിൽ കിട്ടാൻ നമുക്ക് ഈ മാറി മാറി മഴയും ചൂടും ബഹളവും പ്രളയവും വെള്ളപ്പൊക്കമൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ കൃഷി വല്ലാതെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ആ പ്രതിസന്ധിയിലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്നാൽ ഓണം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആഘോഷിക്കാതിരിക്കാനും കഴിയില്ല. അപ്പോൾ കൃത്യമായി ഓണത്തിന് മറ്റിടങ്ങളിൽ നിന്നുള്ള പച്ചക്കറി ആയാലും മറ്റ് വസ്തുക്കളായാലും അതുപോലെ വെളിച്ചെണ്ണ, നമുക്ക് ഇത്രയും കേരന്തെങ്ങും കേരള നാട്ടിൽ ഇത്രയും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ ഒരു കാലമില്ല. 500 രൂപ വരെ, നേരത്തെ 500 വരെ, ഇപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞത്. എന്താണ് കാരണമെന്നറിയില്ല, തേങ്ങ ഒക്കെ. അപ്പോൾ വളരെ വലിയ ഒരു ഇടപെടൽ, വിപണി ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മാവേലി സ്റ്റോറുണ്ട്, ത്രിവേണി സ്റ്റോറുകളുണ്ട്, സിവിൽ സപ്ലൈസിൻ്റെ സ്ഥാപനങ്ങളുണ്ട്, നീതി സ്റ്റോറുകളുണ്ട്, ഒരുപാട് സംവിധാനമുണ്ട്. ഈ സംവിധാനങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ഓണം ഇപ്പോൾ പലപ്പോഴും പല സാധനങ്ങൾ കിട്ടാനില്ല, കിട്ടുന്നതിന് വലിയ വിലയാണ്. 1000 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന സാധനം 2000 രൂപയിലേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ നടുവൊടിയും. കാരണം ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇത്തരം ബില്ലുകൾ, അസുഖങ്ങൾ എല്ലാം കൂടി ആകുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് എത്ര തുക ഉണ്ടെങ്കിലും ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പച്ചക്കറിക്കും വലിയ വിലയാണ്. അതുപോലെ പലവ്യഞ്ജന സാധനങ്ങൾക്ക് വില കൂടുന്നു. പല സാധനങ്ങൾക്കും വർദ്ധിച്ച വിലയാണ് മാർക്കറ്റിലുള്ളത്. അത് കൃത്യമായ ഒരു വിപണി ഇടപെടൽ ആവശ്യമുണ്ട്. ഭക്ഷ്യവകുപ്പിൽ നിന്ന് വളരെ കൃത്യമായ ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാരിൽ പുതിയ മന്ത്രിമാരാണ് പലതും. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരാം. പക്ഷേ എന്നാലും അനൂപ് ജേക്കബ് വളരെ പഴയ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്ത് അനുഭവ സമ്പത്തുണ്ട്. നേരത്തെ ഭക്ഷ്യവകുപ്പ് തന്നെ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ ഇതിനകത്ത് വളരെ കൃത്യമായി ഇടപെടണം. ഇടപെട്ടുകൊണ്ട് വളരെ വളരെ കൃത്യമായി വിപണിയിൽ ഇടപെട്ടുകൊണ്ട് മാവേലി സ്റ്റോറുകളെയും സൂപ്പർ മാർക്കറ്റുകളെയും എല്ലാം ചടുലമാക്കി വളരെ കൃത്യമായ ഒരു വിപണി ഇടപെടലിലൂടെ പച്ചക്കറിയുടെയും മലക്കറിയുടെയും പിന്നെ പലവ്യഞ്ജനങ്ങളുടെയും അരിയുടെയും ഗോതമ്പിൻ്റെയും ഒക്കെ ഒരു വിപണിയിൽ, വെളിച്ചെണ്ണയുടെ എല്ലാം വിപണിയിൽ ശക്തമായി ഗവൺമെൻറ് ഇടപെടണം. ഇടപെട്ടുകൊണ്ട് ഈ ഓണം ആളുകൾക്ക് അടിപൊളിയാക്കാൻ, ആഘോഷമാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ഓണക്കിറ്റ് അടിയന്തരമായി വിതരണം ചെയ്ത് തുടങ്ങണം. നാളെ എല്ലാവർക്കും ബോണസ് കിട്ടും എന്നൊരു വാർത്ത 17-ന്, നാളെയല്ല നാളെ 17-ന് ബോണസ് കിട്ടിത്തുടങ്ങും എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇനി മറ്റുള്ള ആളുകൾക്കും എല്ലാം ബോണസും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്കിത് കാത്തിരുന്നു കാണാം.